ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇന്ന് ജൂൺ 3-ാം തീയതിയാണല്ലോ. ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഓപ്പൺ ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ പുത്തൻ സ്വപ്നത്തോടെ, പുത്തൻ പ്രതീക്ഷയോടെ അവർ സ്കൂളിലേക്ക് കടന്നുപോയി. ഏകദേശം 2 ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, യഹോവ ഭക്തിയോടെ ജീവിക്കുക, ദൈവകൽപ്പനയിൽ ജീവിക്കുക, യഹോവയുടെ വഴിയിൽ നടക്കുക. ഇതെല്ലാം പ്രിയ കുഞ്ഞുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്ഞാനം കർത്താവ് തരും. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു ശലോമൻ രാജാവെന്ന് പറയുന്നത്. ആ രാജാവിന് പകർന്ന ബുദ്ധി എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം പകരും. നിങ്ങൾ സ്കൂളിൽ പോയി മടങ്ങി വന്നതിന് ശേഷം ബുക്ക് തുറന്ന് പഠിക്കുകയല്ല ആദ്യം വേണ്ടത്. ഫസ്റ്റ് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ പഠിക്കുവാൻ പാടുള്ളൂ. ദൈവവചനം ധ്യാനിക്കുക, പാട്ടുകൾ പാടുക, വചനം പഠിക്കുക. അങ്ങനെ യഹോവ ഭക്തിയോടെ ഇരുന്നാൽ മാത്രമേ പ്രിയ കുഞ്ഞേ നിനക്ക് എൻ്റെ കർത്താവ് ജ്ഞാനം പകരുകയുള്ളൂ. എത്ര മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞാലും, എൻ്റെ കുഞ്ഞ് മന്ദബുദ്ധിയാണ്, ഒന്നും പഠിക്കത്തില്ല, അവൾക്കൊന്നും പഠിച്ചാൽ മനസ്സിലാകത്തില്ല, അവളുടെ തലയിൽ കയറത്തില്ല, ഇങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ടല്ലോ. ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് നോക്കിക്കേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വചനം നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്, അവർക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുക. ചെയ്തതിന് ശേഷം പഠിപ്പിച്ചേ കുഞ്ഞുങ്ങൾ ഒരു രീതിയിലും വഴിതെറ്റി പോകത്തില്ല. അവർ ദൈവ കൽപ്പനയെ നിങ്ങൾ ഫസ്റ്റ് വളർത്തിക്കേ. അവർ വലുതാകുമ്പോൾ വ്യഭിചാരത്തിനോ, പാപത്തിനോ, ദുർനടപ്പിനോ, മദ്യത്തിനോ, മയക്കുമരുന്നിനോ, കഞ്ചാവിനോ ഇവരാരും അടിമപ്പെട്ടു പോകത്തില്ല. പ്രിയ കുഞ്ഞേ, മാതാവിനെ അനുസരിച്ച് ജീവിക്കേ, അപ്പനെ അനുസരിച്ച് ജീവിക്കേ. മാതാവിൻ്റെ ഉപദേശം കേൾക്ക്, അപ്പൻ്റെ ഉപദേശം കേൾക്ക്. നീ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. എൻ്റെ ദൈവം നിന്നെ ഉന്നതങ്ങളിലെത്തിക്കും. ഉന്നതമായ ജോലിയിൽ നീ പ്രവേശിക്കും. ജ്ഞാനം കുറവാണെങ്കിൽ ഈ അരുമനാഥനായ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു വരാമോ? ആ ദൈവം നിനക്ക് ബുദ്ധിയെ പകരും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. കണ്ണുകളടയ്ക്കാം. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
നിത്യനിരുമാനുമായി ഞങ്ങളുടെ സുഖ്യ കർത്താവേ, മനോഹരമായ ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന പച്ച കർത്താവേ, ഇന്ന് വെക്കേഷന് ശേഷം കർത്താവെ സ്കൂളിലേക്ക് മടങ്ങിപ്പോയ ഓരോ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവഭയത്തിൽ വളരട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ, ദൈവകൽപ്പനയിൽ വളരട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പാ, ഇടത്തോട്ടോ വലത്തോട്ടോ അവർ തിരിയരുതേലും പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്ന പച്ച ദൈവമേ, ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾ ബുദ്ധി ദൈവം പകരണ കർത്താവേ, ഇതിൻ്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്ന പച്ച ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളാരും പരാജയപ്പെട്ടു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു കഴുകൻ പോലും അവരെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഷ്ട മായയായ ലോകത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളാരും വീണു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ദൈവമേ, അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നിയ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ